ഞാനും ശിവാനിയും ടൗണിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇത് പൊയ്ക്കും ചായയൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടേ. നമ്മളെ നാട്ടിൻപുറങ്ങളിലെ കല്യാണങ്ങളിൽ ഒരു 11, 11:30 ആകുമ്പോൾ ഇങ്ങനെ ഒരു പൊയ്ക്കും ചായയൊക്കെ കൊടുക്കും. അപ്പം ഞാൻ പൊന്നു കുടിക്കുന്നത് കണ്ടപ്പം എനിക്കും കുടിക്കാനൊരു പൂതി. വിശന്നിട്ടൊന്നുമല്ലേ, ഇതൊന്നും നമ്മൾ മിസ്സാക്കി കളയരുതല്ലോ, ഇതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളോടൊപ്പം തന്നെ അമ്മയും സുധാച്ചിയും ആപ്പയൊക്കെ കുടിക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ഇത് ഒരേ കളിയിലാണ്. വൈദുവും സാൻഡുവും അതിനിടയ്ക്ക് ഏകേശിൻ്റെ അടുത്ത് പോയിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ട് വന്ന് നമ്മളുടെ റിലേറ്റീവ്സും നെയ്ബേഴ്സും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും പല പല ജോലികളിലാണ്. കുറേ പേര് എന്തൊക്കെയോ ജോലി എടുക്കുന്നുണ്ട്, കുറേ പേര് കഥ പറയുന്നുണ്ട്, കുറേ പേര് ഇരുന്ന് ഉറങ്ങുന്നുണ്ട്, കുറേ പേര് വെറുതെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ പണികളിൽ പിള്ളേരും കൂട്ടങ്ങളിലും ഭയങ്കര കളിയിലുമാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനിടയിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ വരുന്ന ദിവസങ്ങളായിരിക്കുമല്ലോ ഇത്. അപ്പോൾ എല്ലാവരോടും നമ്മൾ ചിരിച്ച് എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കണമല്ലോ. അപ്പോൾ അച്ചമ്മയ്ക്ക് ഇത് അറിയുന്ന ആരോടൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവരെയൊന്നും എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡ് അടിക്കാനിരിക്കാൻ നോക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നേ. അല്ലെങ്കിലും ഈ ഒരു സമയത്ത് നല്ല തിരക്കുണ്ടായിരിക്കും. ഇന്നത്തെ ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? തലേ ദിവസത്തെ ചോറിനും കറിക്കുമൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആ ബിരിയാണിക്കൊന്നും പകരം വെക്കാനാവാത്തൊരു ടേസ്റ്റ് തലേ ദിവസത്തെ ചോറിനും മീൻ കറിക്കും ഒക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളും ഇരുന്ന് വസുവിനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 ആളും, 4 അല്ല 5 ആളും ഇരുന്ന് 2 കോഴിയൊക്കെ കുഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് സാമ്പാറിനും ഒന്ന് മീൻ കറിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഉഗ്രൻ ടേസ്റ്റുള്ള സാമ്പാറും മീൻ കറിയൊക്കെ ആയിരുന്നു. വിശാലമായിട്ട് അങ്ങ് ഇരുന്ന് കഴിച്ചു. കുറേ കാലത്തിന് ശേഷമാണ് തലേ ദിവസത്തെ ചോറൊക്കെ കഴിക്കുന്നത്. ചിരിച്ച് ചിരിച്ച് ഊപ്പാടിളകിയിട്ടുണ്ട്. കാരണം ശിവാനിയാണ് നമ്മളുടെ കൂടെയുള്ള. അങ്ങനെ പായസം ഉണ്ടായിരുന്നു ഗോതമ്പ് നുറുക്കിൻ്റെ, അതും കഴിച്ച് ഇനി ഞങ്ങൾക്ക് മേക്കപ്പ് ഇടാൻ പോകണം. അപ്പോൾ ശരി, ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.